75th is a forward year getting you to that. It's so amazing, lovely. Congratulations on this box office. Success ഇപ്പോൾ തന്നെ. വിജയ് വളരെ നാളായി അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സുഹൃത്തായിട്ട് വളരെ ഇഷ്ടമായ ബിജു സിനിമയിൽ വന്ന കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്ത് പക്ഷെ ആ സമയത്ത് പറഞ്ഞിട്ട് ആ നടക്കാലത്ത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്നത് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ എനിക്ക് ഞാൻ നന്ദി പറയുന്നത് ഇങ്ങനൊരു സിനിമ എല്ലാവരെയും ഞാനാണ് അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷമായ ദിവസമാണ്. ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമയുടെ ഒരു വർഷത്തെ കാലത്തിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പുറകിലേക്ക് വിശദീകരിക്കുകയാണ്. സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്തായിരുന്നു ഈ സിനിമ. ഒരു കഥ പറഞ്ഞു, ആ കഥയിൽ ഒരു കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങൾ ആ കഥ പിന്നെ ആ കഥയുടെ വലിയ ക്യാൻവാസിലേക്ക് മാറി. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കൊച്ചിലെ ഇതിലെ കുട്ടികൾക്ക് അത്രയും പിന്നീടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് തുടങ്ങിയത്. രാമയും അമ്മയും അപ്പച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറങ്ങിയിട്ട് കഥകൾ കേട്ടാണ് ഞങ്ങൾ കഥ പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസ് ഉള്ളൊരു കഥയാണ്. ഈ സിനിമയിലെ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിമർശമുണ്ട്, ഇമോഷൻസ് എല്ലാം അതിനുള്ളിൽ ഒരു ഫിലോസഫി കണ്ടത് ദിശാണ് കാണാതെ കണ്ടതെല്ലാം കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് വലിയ ഫിലോസഫി. ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കണ്ടിട്ട് കമ്മീഷനായിട്ടുള്ളൂ. സിനിമയിലെല്ലാം പിള്ളേരെല്ലാം സിനിമയായിട്ട് തോന്നാം. എന്നിട്ട് ആ ഈ സിനിമ വലുതായി അത് വലിയൊരു സ്പെക്ട്രത്തിലേക്ക് ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്. ഞങ്ങൾ ലാസ്റ്റ് ചില്ലി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഒരു എന്താ പറയുന്നത് എനിക്ക് മനസ്സിലല്ല. ഒരു കഷ്ടപ്പാട് സഹിച്ചാൽ കാര്യം ക്ലൈമറ്റ് വളരെയധികം പ്രയാസപ്പെട്ടു. ഞങ്ങളെ പൊടിക്കാറ്റ് പിന്നെ ഈ സിനിമയിലുള്ള ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി അതൊന്നും കംപ്ലൈൻ്റ് അല്ല. എൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവരും ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്ക് വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പം ഇവിടെ നൃത്തം ചെയ്ത ഷനാനി മലയാളിയിലുള്ള ഒരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ കഥ അല്ലെങ്കിൽ മനോജ് പരീക്ഷ അത് എല്ലാവരും ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്തത് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും സെറ്റായ ഒരുപാട് കാര്യം. സോ ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡാണ്. കാര്യം ഒരു ആക്ടറിനൊരു അതിൻ്റെ ഒരു കഥ കിട്ടാവുന്നതൊരു ഭാഗ്യമാണ്. അത് നല്ല സംവിധായകരുടെ കൂടെ പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക അതൊരു ഭാഗ്യം. ഞാൻ സിനിമ നിർമ്മിക്കുന്ന ആളാണ്. ഒരുപാട് സിനിമ പക്ഷേ ഈ സിനിമയിലുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം അതിനകത്തുള്ളൊരു ഫിലോസഫി. അപ്പം ഈ മലയക്കൊട്ട ബാലകൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ വലിയൊരു അത് വളരെയധികം ഇമോഷണലായിട്ടുള്ള ആളാണ്. അയാളുടെ പേരിടാനുള്ള പ്രശ്നം വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ
എല്ലാവരും ഞാൻ ആദ്യം പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഈ സിനിമ